അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം മവാദിഉ കസ്രി ഹംസത്തി ഇന്ന. ഇന്ന എന്നതിലെ ഹംസിനിക്ക് കസ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ മവാദിഉ കസ്രി ഹംസത്തി ഇന്ന, ഇന്ന എന്നതിലെ ഹംസിനിക്ക് കസ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എത്ര മനസ്സിലായി? നമ്മൾ നേരത്തെ അന്ന എന്നതിലുള്ള ഹംസിനിക്ക് പത്ത് ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അന്ന എന്നതിലുള്ള ഹംസിനിക്ക് കസ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും കൂടി നമുക്ക് പഠിക്കാം. കാര്യം നോക്കാം. തുക്സറു ഹംസത്തു ഇന്ന, തുക്സറു കസ്റ് ചെയ്യപ്പെടും. എന്തിനിക്ക്? ഹംസത്തു ഇന്ന, ഇന്ന എന്നതിലെ ഹംസിനിക്ക് കസ്റ് ചെയ്യപ്പെടും. തുക്സറു ഹംസത്തു, തുക്സറു ഹംസത്തു ഇന്ന, ഇന്ന എന്നതിലെ ഹംസിനിക്ക് കസ്റ് ചെയ്യപ്പെടും. എപ്പോൾ? ഇദാലം യുംകിൻ അൻ തുഅവ്വല ഹിയ വ മഅമൂലഹാ ബിമസ്ദരിൻ. എപ്പോഴാണ് കസ്റ് ചെയ്യപ്പെടുക? ഇന്ന എന്നതിലെ ഹംസിനിക്ക് എപ്പോൾ കസ്റ് ചെയ്യപ്പെടും? ഇദാലം യുംകിൻ, സാധ്യമായിട്ടില്ലെങ്കിൽ. ഇദാലം യുംകിൻ, സാധ്യമായിട്ടില്ലെങ്കിൽ. എന്തിനിക്ക്? അൻ തുഅവ്വല, മസ്ദർ മുഅവ്വലാവാൻ, മനസ്സിലായോ? വ്യാഖ്യാനിക്കാൻ. അപ്പൊ തുഅവ്വല എന്ത്? വ്യാഖ്യാനിക്കുക. വ്യാഖ്യാനിക്കാൻ സാധ്യമായിട്ടില്ല. എന്ത്? ഈ അന്ന ഇവിടെ ഇങ്ങനെ ഉണ്ട്, അന്ന അല്ലെങ്കിൽ ഇന്ന എന്തും വായിക്കാം. പക്ഷെ ഇതിന് ശേഷം വരുന്ന അന്നയുടെ ഇസ്മ, അതിന്റെ ഖബർ ഉണ്ടാവുമല്ലോ. അപ്പോ ഈ അന്ന എന്ന അഥവാ അന്ന ഇന്ന അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇന്ന എന്തുകൊണ്ട് വായിക്കുന്നു? എപ്പോൾ തുക്സർ ഹംസത്തു ഇന്ന, ഇന്ന എന്നതിലെ ഹംസിനിക്ക് എപ്പോൾ കസ്റ് ചെയ്യപ്പെടും? ഇദാലം യുംകിൻ, സാധ്യമായിട്ടില്ല എങ്കിൽ. ഇദാലം യുംകിൻ, സാധ്യമായിട്ടില്ല എങ്കിൽ. എന്തിനിക്ക്? അൻ തുഅവ്വല, വ്യാഖ്യാനിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ. ഇദാലം യുംകിൻ, അത് സാധ്യമായിട്ടില്ല. എന്തിനിക്ക്? അൻ തുഅവ്വല, അത് വ്യാഖ്യാനിക്കാൻ. എന്തിനെ? ഹിയ, ഈ അന്ന, മനസ്സിലായി? അല്ലെങ്കിൽ ഇന്ന. അപ്പൊ നമുക്ക് എന്താ വായിക്കണം നമുക്ക് പിന്നെ തീരുമാനിക്കാം. അപ്പൊ ഈ സാധനത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്തിനേക്കും? ഇതിന്റെ ഈ അന്നയുടെ, അന്ന നമ്മളിപ്പോ വായിക്കുമ്പോ ഇതിന്റെ ഇസ്മ് ഖബർ അഥവാ മഅമൂലഹ, അതിന്റെ രണ്ട് മഅമൂലുകൾ, മനസ്സിലായോ? മഅമൂലഹ, അന്നയുടെ മഅമൂലിനെയും, ആ രണ്ട് മഅമൂലുകളുടെ ഇസ്മ്, അത് അന്ന അവരെ അമല് ചെയ്യുന്ന രണ്ട് സാധനം ഇസ്മ ഖബർ, അത് രണ്ടിനെയും വ്യാഖ്യാനിക്കുക. അഥവാ മൊത്തത്തിൽ ഈ മൂന്നെണ്ണത്തിനെയും, ഈ സാധനത്തെയും മഅമൂലഹ, അതിന്റെ രണ്ട് മഅമൂലുകളെയും വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. എന്തായിട്ട്? ബി മസ്ദരിൻ, മസ്ദറായിക്കൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധ്യമാവുകയില്ല. അങ്ങനെയെങ്കിൽ തുക്സറു ഹംസത്തി, തുക്സറു ഹംസത്തു ഇന്ന, ഇന്ന എന്നതിലെ ഹംസിനിക്ക് കസ്റ് ചെയ്യപ്പെടും. അപ്പൊ എപ്പോഴാണ് ഇന്ന എന്നതിലെ ഹംസിനിക്ക് കസ്റ് ചെയ്യപ്പെടുക? ഇദാലം യുംകിൻ അൻ തുഅവ്വല ഹിയ വ മഅമൂലഹ ബിമസ്ദരിൻ. അപ്പൊ ഇന്ന, മനസ്സിലായോ? അഥവാ അന്ന അതിന്റെ രണ്ട് മഅമൂല്, അന്ന അതിന്റെ രണ്ട് മഅമൂല്, ആ രണ്ട് മഅമൂലിനെയും എന്തായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല? മസ്ദർ മുഅവ്വലായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്താക്കി വായിക്കണം? ഇന്ന എന്ന് തന്നെ വായിക്കണം. അപ്പൊ തുക്സറു ഹംസത്തു ഇന്ന, ഇന്ന എന്നതിലെ ഹംസിനിക്ക് കസ്റ് ചെയ്യപ്പെടും. എപ്പോൾ? ഇദാലം യുംകിൻ ഹിയ വ മഅമൂലഹ, ആ ഇന്ന അതിന്റെ രണ്ട് മഅമൂല്, ആ രണ്ട് മഅമൂലിനെയും ആ ഇന്നയെയും വ്യാഖ്യാനിക്കാൻ ലാ യുംകിനു, സാധ്യമാവുകയില്ല. അൻ തുഅവ്വല, വ്യാഖ്യാനിക്കാൻ സാധ്യമാവുകയില്ല. എന്തായിട്ട്? ബി മസ്ദരിൻ, മസ്ദറായിക്കൊണ്ട് ഈ ഇന്ന അതിന്റെ രണ്ട് മഅമൂല്, അതിനെ എന്താക്കാൻ പറ്റുകയില്ല? വ്യാഖ്യാനിക്കാൻ പെടാൻ സാധ്യമല്ല. ഈ രണ്ടെണ്ണത്തിനെയും മൂന്ന് ഇന്ന അതിന്റെ രണ്ട് മഅമൂല്, ഈ രണ്ടെണ്ണത്തിനെയും മസ്ദറായിക്കൊണ്ട് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. അങ്ങനെയെങ്കിൽ അതിനെ
എന്തായിട്ട് വായിക്കണം? കസർ ചെയ്ത് ഹംസനിക്ക് കസർ ചെയ്തുകൊണ്ട് ഇന്ന എന്ന് തന്നെ വായിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴാണ് ഹംസനിക്ക് കസർ ചെയ്യപ്പെടുക? ഈ ഇന്ന അതിന്റെ രണ്ട് മഅമൂല്, ആ രണ്ട് മഅമൂലിനെയും മസ്ദർ മുഅബ്ബലായിട്ട് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ തുക്സറു എപ്പോൾ കസർ ചെയ്യപ്പെടണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ യജിബു ദാലിക, ഈ കസർ ചെയ്യൽ നിർബന്ധമാണ് ഫീ നഹ്വി മാ യഅതി, താഴെ കൊടുത്തിരിക്കുന്ന പോലെയുള്ള സ്ഥലങ്ങളിൽ. ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ? യജിബു ദാലിക, ഈ കസർ ചെയ്യൽ അത് നിർബന്ധമാകും. ഏത്? ഈ കസർ ചെയ്യൽ നിർബന്ധമാകും ഏതൊക്കെ സ്ഥലങ്ങൾ? ഫീ നഹ്വി മാ യഅതി, താഴെ കൊടുത്തിരിക്കുന്ന പോലെയുള്ള സ്ഥലങ്ങളിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫീ നഹ്വി മാ യഅതി, താഴെ വരുന്ന സ്ഥലങ്ങൾ പോലോത്തതിൽ ഈ ഹംസനിക്ക് കസർ ചെയ്യൽ യജിബു നിർബന്ധമാകുന്നു. യജിബു ദാലിക, കസർ ചെയ്യൽ നിർബന്ധമാകുന്നു. ഫീ നഹ്വി മാ യഅതി, ചുവടെ കൊടുത്തിരിക്കുന്ന പോലെയുള്ള സ്ഥലങ്ങളിൽ കസർ ചെയ്യൽ നിർബന്ധമാണ്. അതേതൊക്കെയാണ് ആ സ്ഥലങ്ങൾ? ഇദാ വഖഅത്, ആ ഇന്ന സംഭവിച്ചു. ഇദാ വഖഅത്, ഇന്ന സംഭവിച്ചു. ഒന്നാമത്തേത് ഇദാ വഖഅത്, അത് സംഭവിച്ചു. എവിടെ? ഖബലൻ ഫി അവലിൽ ജുംലതി. മനസ്സിലായോ? ഫി അവലിൽ ജുംലതി, ജുംലയുടെ തുടക്കത്തിൽ. മനസ്സിലായോ? ഇദാ വഖഅത് അത് സംഭവിച്ചു. എവിടെ? ഫി അവലിൽ ജുംല, ജുംലയുടെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു? ഈ ഇന്ന എന്നത് വന്നു. ജുംലയുടെ തുടക്കത്തിൽ ഇന്ന വന്നു. അങ്ങനെയെങ്കിൽ ഇതിനിക്ക് ഈ ഹംസനിക്ക് കസർ ചെയ്യൽ നിർബന്ധമാകുന്നു. അപ്പോ ഉദാഹരണം നോക്കാം. ഇന്ന നീല, തീർച്ചയായും നെയിൽ നദി. ഇന്ന നീല ഹയാത്തുൽ മിസ്ർ, ഹയാത്തുൽ മിസ്ർ. മനസ്സിലായോ? നെയിൽ നദി ആകുന്നത് ഹയാത്തുൽ മിസ്ർ. അതെന്താകുന്നു? മിസ്റിലെ ഹയാത്തുൽ മിസ്ർ. അപ്പൊ ഇന്ന നീല, നെയിൽ നദി ആകുന്നത് ഹയാത്തുൽ മിസ്ർ. മിസ്റിന്റെ ജീവനാടിയാകുന്നു, ജീവമാകുന്നു, ജീവിതമാകുന്നു, ജീവനാകുന്നത്. നെയിൽ നദിയാകുന്നത് ആരുടെ? ഈജിപ്തിലെ ജീവനാകുന്നു. അഥവാ അതുവഴിയാണ് അവിടെ കൃഷി കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നെയിൽ നദിയിലെ വെള്ളം കാരണം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇന്ന എന്ന് വായിച്ചു. കാരണം അത് എന്താവാൻ പറ്റുകയില്ല, അതിന്റെ മസ്ദർ മുഅബ്ബലാക്കിയെടുക്കാൻ സാധ്യമാവുകയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? നെയിൽ നദിയാകുന്നത് ഹയാത്ത് മിസ്ര, മിസ്രിലെ ജീവനാടിയാകുന്നു നെയിൽ നദി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ എന്താ പറ്റില്ല? അത് മസ്ദർ മുഅബ്ബലാവാൻ പറ്റുകയില്ല. പിന്നെ അത് എന്തായി വന്നു? ഈ അവലിൽ ജുംല, ജുംലയുടെ തുടക്കത്തിൽ തന്നെ വന്നു. ഏത്? ഇന്ന എന്നത് ജുംലയുടെ തുടക്കത്തിൽ തന്നെ വന്ന കാരണം കൊണ്ട് അതിനിക്ക് എന്ത് ചെയ്യണം? കസർ ചെയ്യൽ നിർബന്ധമാകുന്നു. ഇനി രണ്ടാമത്തത് ഇന്നൽ കദിബ ജുബിലുൻ. ഇന്നൽ കദിബ, തീർച്ചയായും. ഇന്നൽ കദിബ എന്താ തുടങ്ങിയത്? ഇന്ന വെച്ചാ തുടങ്ങിയത്. ഇന്നൽ കദിബ ജുബിലുൻ, കളവ് എന്താകുന്നു? ഭീരുത്വമാകുന്നു. കളവ് ഭീരുത്വമാകുന്നു. ഭീരുത്വം എന്ന് പറഞ്ഞാല് ധീരതയില്ലാതെ, ഭീരുവാകുന്നു, ധൈര്യമില്ലാത്തതാകുന്നതിന് കളവ്. ഒരാളൊരു സത്യം പറയുന്നപ്പ നമുക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മൾ ചെയ്ത് നമുക്ക് എന്ത് നടപടിയെടുക്കാൻ നമുക്ക് പേടിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ സത്യം പറയും. നമ്മൾ കളവ് പറയപ്പോ നമുക്ക് പേടിയുണ്ടോ? ചിലപ്പോ അടിക്കും. ഇപ്പൊ എന്താകുമ്പോ നമ്മൾ ധീരമായി പോലെ ധീരമായി. മനസ്സിലായോ? അപ്പൊ ഇന്നൽ ജുബില, ഇന്നൽ കദിബ ജുബിന് എന്ത്? ഈ കളവ് പറയൽ ഒരു ഭീരുത്വമാകുന്നു. ഇന്നൽ കദിബ ജുബിന്, തീർച്ചയായും കളവ് പറയൽ എന്താണ്? ഭീരുത്വമാകുന്നു. അത് മസ്ദർ മുഅബ്ബലാക്കാൻ വേണ്ടി എന്തായിരുന്നു? അത് കലിമത്തിന്റെ തുടക്കത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ഇന്ന എന്ന് തന്നെ വായിക്കൽ നിർബന്ധമാകുന്നു. ഇനി മൂന്നാമത്തത് ഇന്നൽ അതില അസാസുൽ മുൽക്കി, ഭരണത്തിന്റെ അടിത്തറയാകുന്നു. എന്ത്? അതിൽ നീതിയാകുന്നത് ഭരണത്തിന്റെ അടിത്തറയാകുന്നു. അഥവാ നീതി ഉണ്ടെങ്കിൽ ഭരണം ശരിക്കും പോകും. അനീതിയാണെങ്കിൽ അത് അട്ടിമറിഞ്ഞ് ഇല്ലാതെയാകും. മനസ്സിലായോ? അപ്പൊ ഫൗണ്ടേഷൻ ശരിയായാലേ നേരെ റെഡി ആവും. ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അത് പോകും. അപ്പൊ അതിലുണ്ടായാൽ അതിങ്ങനെ കുറച്ചു കാലം
എന്തായിരുന്നു അത് മസ്ദര് മുഅവ്വലായി വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നായിട്ട് വായിക്കുന്നു മസ്ദര് കലിമത്തിന്റെ തുടക്കത്തിൽ വരികയും ചെയ്തു. ഇനി രണ്ടാമത്തത്, അപ്പൊ രണ്ടാമത്തത് ഇദാ വഖഅത്, ആ ഇന്ന സംഭവിച്ചു. മനസ്സിലായി? ഇദാ വഖഅത് അത് സംഭവിച്ചു. എവിടെ? ബഅദൽ ഖൗലി, ഖൗലിന് ശേഷം. ബഅദൽ ഖൗലി, ഖൗലിന് ശേഷം. വമസ്തുക മിൻഹു. മനസ്സിലായോ? ഈ ഖൗലിൽ നിന്ന് പിടിച്ചെടുത്ത മറ്റു കാര്യങ്ങൾ, ഖൗല്, ഖാലില്, മനസ്സിലായോ? ഖാല, ഖുൽ എന്ന ഈ മുസ്തഖായ ഫിഅല്, അതിൽ നിന്നും പിടിച്ചെടുത്ത ഖൗല്, അതിൽ നിന്നും പിടിക്കുന്ന മുസ്തഖായി വരുന്നതിൽ നിന്നുമുള്ള ഇതിനു ശേഷം ആയി വന്നു ഏത്? ഇന്നയും അതിനു ശേഷം വരുന്ന രണ്ട് മാമൂലുകളും എന്തിനു ശേഷം വന്നു? ഖൗല്, ആ ഖൗലിൽ നിന്നും പിടിച്ചെടുക്കപ്പെടുന്ന ഖൗല് അല്ലെങ്കിൽ ഖാല, യഖൂലു അല്ലെങ്കിൽ എന്ത്? ഖായില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? അവസ്തുതമിൻഹു, ഈ ഖൗലിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന് ശേഷം വന്നു. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഖൗല് അതിൽ നിന്ന് മുസ്തഖായി വരുന്നതിന് ശേഷമായി വന്നു ഏത്? ഇന്നയും അതിന് ശേഷം വരുന്ന രണ്ട് മാമൂലും ഈ ഖൗലിൽ നിന്ന് മുസ്തഖായി വരുന്നതിൽ നിന്നും പിടിച്ചെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വായിക്കണം? ഇന്നാന്ന് വായിക്കണം, അന്നാന്ന് വായിക്കരുത്. മനസ്സിലായോ? നോക്കാം ഉദാഹരണം. കാലൽ മുത്തഹം, ആരോപിതൻ പറഞ്ഞു. ആര് പറഞ്ഞു? കാലൽ മുത്തഹം, ആരോപിതൻ. മനസ്സിലായോ? ആരെയാണോ ആരോപിക്കപ്പെടുന്നത് അവൻ പറഞ്ഞു. എന്ത്? ഇന്നി ബരീഉൻ. മനസ്സിലായോ? ഇന്നി ബരീഉൻ, ഞാൻ നിരപരാധിയാകുന്നു എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? മുത്തഹം, ആരോപിതൻ പറഞ്ഞു. ആരെ കുറിച്ചുകൊണ്ടാണ് ആരോപിക്കപ്പെടുന്നത്? അവൻ പറഞ്ഞു ഇന്നി ബരീഉൻ, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു. ഇവിടെ എന്ത്? ഇന്ന എന്ന് വായിച്ചു, ഇന്നി എന്ന് ഇന്ന എന്ന് വായിച്ചു. കാലയ്ക്ക് ശേഷം വന്നു. മനസ്സിലായോ? കാലയ്ക്ക് ശേഷമല്ലേ ഈ ഇന്നി എന്നുള്ളത് വന്നത്. അപ്പൊ ഇന്ന എന്നത് എന്തിനു ശേഷം വന്നു? കാല എന്നതിന് ശേഷമാണ് ഇന്ന വന്നത്. അതുകൊണ്ട് എന്ത് വായിച്ചു? ഇന്ന കസ്റാക്കിക്കൊണ്ട് ഹംസയ്ക്ക് കസ്റ് ചെയ്തുകൊണ്ട് ഇന്ന എന്ന് വായിച്ചു. ഇനി രണ്ടാമത്തേത്, ഖുൽ ഇന്നൽ ഹഖ വാദിഉൻ. ഖുൽ, നീ പറയൂ, ഇന്നൽ ഹഖ വാദിഉൻ, സത്യം വ്യക്തമാണ്. ഖുൽ, നീ പറയൂ. അപ്പോൾ എന്താ കാലയ്ക്ക് ശേഷമാണ് വന്നത്? അല്ല, എന്തിനു ശേഷം വന്നു? വമസ്തുക മിൻഹു, ഈ ഖൗലിൽ നിന്ന് പിടിച്ചെടുത്തു. ഖൗല്, ഖുൽ, യഖൂൽ. മനസ്സിലായോ? അപ്പൊ ഖുൽ ഖൗലിൽ നിന്ന് മുസ്തഖായി വന്നതാണ്. അപ്പൊ ആ മുസ്തഖായി വന്ന ഖുൽ എന്നതിന് ശേഷം വന്നത് ഇന്നൽ ഹഖ വാദിഉൻ, തീർച്ചയായും സത്യം എന്നുള്ളത് വ്യക്തമായതാകുന്നു. നമ്മുടെ കാര്യത്തിൽ നമ്മളിവിടെ നമ്മളുമായി ബന്ധപ്പെട്ടത് ഖുൽ എന്നതിന് ശേഷം വന്നത് ഇന്നൽ ഹഖ വാദിഉൻ. മനസ്സിലായോ? ഇന്നൽ ഹഖ വാദിഉൻ എന്നത് എന്തിനു ശേഷം വന്നു? ഇന്നൽ ഹഖ വാദിഉൻ എന്നതിന് ശേഷം വന്നു ഖുൽ എന്ന കാലയിൽ പോയി ഖൗലി എന്നതിന് മുസ്തഖായ ഖുൽ എന്നതിന് ശേഷം വന്നത് ഇന്നൽ ഹഖ വാദിഉൻ എന്നുള്ളത്. മൂന്നാമത്തേതാണ് ലാ തഖുൽ, നീ പറയരുത് എന്ത്? ഇന്നൽ അമല ശാഖുൻ, തീർച്ചയായും ഈ അമൽ പ്രവർത്തിക്കൽ എന്താകുമോ? ബുദ്ധിമുട്ടുള്ളതാകുന്ന കാര്യമാകുന്നു, പ്രയാസമേറിയ കാര്യമാകുന്നു എന്ന് ലാ തഖുൽ, നീ പറയരുത്. ഇവിടെ നമ്മളുമായി ബന്ധപ്പെടുന്നത് ലാ തഖുൽ എന്നത് എന്താകുന്നു? ഖൗലി എന്നതിൽ നിന്നും മുസ്തഖായി വന്നതാകുന്നു. അപ്പൊ ആദ്യം ലാ തഖുൽ എന്നതിൽ നിന്നും മുസ്തഖായി വന്നു. ലാ തഖുൽ എന്നതിൽ നിന്നും എന്നത് മുസ്തഖായി വന്നു. എന്തിൽ നിന്ന്? ഖൗലിൽ നിന്ന് മുസ്തഖായി വന്നു. അപ്പൊ അതിന് ശേഷമാണ് വന്ന ഇന്ന. മനസ്സിലായോ? ആ ഇന്നക്ക് കസ്റ് ചെയ്ത് വായിക്കൽ നിർബന്ധമാണ്. കാരണം ഖൗലിൽ നിന്ന് മുസ്തഖായി വന്നതാണ് ലാ തഖുൽ എന്നുള്ളത്. അപ്പൊ ഈ ഖൗല് അല്ലെങ്കിൽ അതിൽ നിന്ന് മുസ്തഖായി വന്നതിനുള്ള ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത്, ഇദാ വഖഅത് ഫി അവ്വലി ജുംലത്തി സിലതി, സിലയുടെ ജുംലയിൽ ആദ്യ തുടക്കത്തിൽ വന്നു. ഇദാ വഖഅത്, ഇന്ന സംഭവിച്ചു. എവിടെ? ഫി അവ്വലി ജുംലത്തി സില, സിലയുടെ ജുംലയിലെ സില എന്നതിന് ശേഷം വരുന്ന ജുംലയിലെ തുടക്കത്തിൽ സംഭവിച്ചത് ഇന്ന എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഇന്നയുടെ ഹംസയ്ക്ക് കസ്റ് ചെയ്തുകൊണ്ട് വായിക്കൽ നിർബന്ധമാകുന്നു.
ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇതാ വഖത്ത് അവലി ജുംലത്തി സില, സിലയുടെ ജുംലയുടെ തുടക്കത്തിൽ, സില എന്നതിന്റെ ജുംലയുടെ തുടക്കത്തിൽ വന്നു ഏത്? ഇന്ന. അപ്പൊ സില കഴിഞ്ഞ ഉടനെ സിലക്ക് ശേഷം വരുന്ന ജുംല എന്തായി വന്നു? ഇന്ന കൊണ്ട് തുടങ്ങുന്നതായി വന്നു. അപ്പോൾ ഇന്ന എന്നതിലെ ഹംസയ്ക്ക് കസര ചെയ്ത് വായിക്കൽ നിർബന്ധമാണ്. ഉദാഹരണം, സുർതു ഞാൻ സന്ദർശിച്ചു, സുർതു ഞാൻ സന്ദർശിച്ചു. ആരെ? അല്ലദി ഒരുത്തനെ. മനസ്സിലായോ? അല്ലദി ഒരുത്തനെ ഞാൻ സന്ദർശിച്ചു. ഏതാണ് ആ ഒരുത്തൻ? ഇന്നി ഉമഹിദുഹു. ഏതാണ് ആ ഒരുത്തൻ? ഇന്നി തീർച്ചയായും ഞാൻ ഉമഹിദുഹു. മഹദ യുമഹിദു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? അവനെ വളരെയധികം ബഹുമാനിക്കുന്നു. അപ്പോ സുഹൃത്തു ഞാൻ സന്ദർശിക്കുന്നു, അല്ലദി ഒരുത്തനെ ഞാൻ സന്ദർശിച്ചു. ആരാണ് ആ ഒരുത്തൻ? ഇന്നി ഉമഹിദുഹു. ഞാൻ എന്ത് ചെയ്യുന്നു? അവനെ ബഹുമാനിക്കുന്നു. മഹദ യുമഹിദു എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ സിലക്ക് ശേഷം വന്ന ജുംല എന്തായിരുന്നു? ഇന്ന കൊണ്ട് തുടങ്ങുന്നതായി. അപ്പൊ സില അല്ലദി, അല്ലദാനി, അല്ലദി, മനസ്സിലായോ? അല്ലദീന, അല്ലാതി, മനസ്സിലായോ? ആ സിലക്ക് ശേഷം വരുന്ന ജുംല എന്താ തുടങ്ങുന്നത്? എന്തുകൊണ്ടായി വന്നു? ഇന്ന കൊണ്ടായി വന്നു. അപ്പൊ ഇവിടെ അല്ലദി എന്ന സില, അതിന് ശേഷം വരുന്ന ജുംല എന്തായിരുന്നു? ഇന്നി തീർച്ചയായും ഞാൻ. മനസ്സിലായോ? അപ്പൊ അവിടെ എന്ത് വായിക്കണം? ഹംസയ്ക്ക് കസര ചെയ്ത് വായിക്കണം നിർബന്ധമാണ്. കാരണം ഇതാ വഖത്ത് അവലി ജുംലത്തി സില, സിലയുടെ ജുംലയുടെ തുടക്കത്തിലായി വന്നു ഏത്? ഇന്നി എന്നുള്ള ഇന്ന. മനസ്സിലായോ? ഇന്ന എന്നതിലെ ഹംസയ്ക്ക് കസര ചെയ്യൽ നിർബന്ധമായി. ഇനി അശ്വത്തു ഞാൻ എന്ത് ചെയ്യുന്നു? വാത്സല്യം കാണിക്കുന്നു. അലല്ലത്തി ഒരുത്തിയുടെ മേൽ. മനസ്സിലായോ? അശ്വത്തു ഞാൻ വാത്സല്യം പ്രകടിപ്പിക്കുന്നു. ആരുടെ? അലല്ലത്തി, അല ഒരു മേൽ. ആരുടെ? അല്ലത്തി ഒരുത്തിയുടെ മേൽ. ഏതാണ് ഒരുത്തി? ഇന്നഹ തീർച്ചയായും അവളാകുന്നത്. ജദീറത്തുൻ ബിശഫഖൽ, ബിശഫഖതി ജദീറത്തുൻ അവളെന്താകുന്നു? അർഹിക്കുന്നു. അവൾ അർഹിക്കുന്നു. എന്തിരിക്കുന്നു? എന്തിരിക്കെ? ബിശഫഖതി വാത്സല്യം കൊണ്ട് അർഹിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തിയുടെ മേൽ ഞാൻ വാത്സല്യം കാണിക്കുന്നു. കണ്ട എല്ലാവരും പോയി ഞാൻ വാത്സല്യം കാണിക്കാറില്ല. ഞാൻ ആരെയാണ് കാണിക്കാറ്? ഞാനുമായി ബന്ധപ്പെടുന്ന മറ്റ് കുടുംബത്തിലെ പെണ്ണുങ്ങളുമായി ഞാൻ വാത്സല്യം കാണിക്കുന്നു. മനസ്സിലായേ? ഭാര്യ, എന്റെ മക്കൾ, മനസ്സിലായ? അവരോടൊക്കെ ഞാൻ വാത്സല്യം പ്രകടിപ്പിക്കാറുണ്ട്. അവരോടൊക്കെ സംസാരിച്ച് സമയം ചെലവഴിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? അലല്ലത്തി, അല. അപ്പൊ അല്ലത്തി എന്ന സില. മനസ്സിലായ? അതിനുശേഷം വന്നത് ഇന്നഹ അവളാകുന്നു. ആ ഇന്നഹ എന്നതിന് കസര ചെയ്തു. കാരണം എന്താ? അത് അല്ലത്തി എന്ന സിലക്ക് ശേഷം വരുന്ന ജുംല എന്തായിരുന്നു? ഇന്ന കൊണ്ട് തുടങ്ങുന്നതായി. അതുകൊണ്ട് ഇന്ന എന്ന വാദിവായി. അവൾ വാത്സല്യം കൊണ്ട് അർഹിക്കുന്നവളാകുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അവളെ നന്നായി വാത്സല്യം കാണിക്കാറുണ്ട്. ഹദറല്ലദീന, ഹദറ ഹാദിറായി, അല്ലദീന ഒരു കൂട്ടർ ഹാദിറായി. മനസ്സിലായോ? ഹദറല്ലദീന ഒരു കൂട്ടർ ഹാദിറായി. ഏതാണ് ഒരു കൂട്ടർ? ഇന്ന ഹുദൂറഹും യസുറുനി, ഇന്ന ഹുദൂറഹും തീർച്ചയായും അവരുടെ ആ ഹാദിറാവൽ പ്രസൻസ് എന്താകുന്നു? ഞാൻ യസുറുനി അതെന്നെ സന്തോഷിപ്പിക്കുന്നു. അപ്പൊ ഇന്ന ഹുദൂറഹും യസുറുനി എന്ന ജുംല എന്തിനു ശേഷം വന്നു? അല്ലദീന എന്ന സിലക്ക് ശേഷം വന്നു. അതുകൊണ്ട് സിലക്ക് ശേഷം വരുന്ന ജുംല തുടങ്ങി. എന്തുകൊണ്ട്? ഇന്ന എന്നതുകൊണ്ട് തുടങ്ങി. അപ്പോ ആ ഇന്ന എന്ന് തുടങ്ങിയ കാരണത്താൽ അതിലേക്ക് കസര ചെയ്യൽ നിർബന്ധമാണ്. കാരണം എന്താ? അത് ഇന്ന എന്ന സിലക്ക് ശേഷം വരുന്ന ജുംല തുടങ്ങിയത് ഇന്ന എന്ന പദം കൊണ്ടാണ്. ഇന്ന സിലക്ക് ശേഷം വരുന്ന ജുംല തുടങ്ങി, അതിന്റെ തുടക്കമാകുന്നു ഇന്ന. അതുകൊണ്ട് ഇന്നക്ക് കസര ചെയ്യൽ നിർബന്ധമാകുന്നു. അപ്പൊ 3 സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കസര ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഒന്ന്, ജുംല തുടങ്ങുന്നത് ഏത് പദം കൊണ്ടായി? ഇന്ന കൊണ്ട് തുടങ്ങുന്നു. മനസ്സിലായോ? ജുംല തുടങ്ങുന്നത് ഇന്ന എന്ന പദം കൊണ്ടാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഇന്ന എന്ന് വായിക്കൽ നിർബന്ധമാണ്. പിന്നെ കൗല് അല്ലെങ്കിൽ വമസ്തുക്ക മിൻഹ, വമസ്തുക്ക മിൻഹു, ഈ കൗലിൽ നിന്നും മുസ്തഖായി എടുത്ത പദങ്ങൾ. മനസ്സിലായോ? കുൽ, ലാ തഖുൽ, മനസ്സിലായോ? കാല, അങ്ങനെയുള്ള പദങ്ങൾക്ക് ശേഷം വന്നു ഏത്? ഇന്ന. അപ്പോ ഇന്ന എന്ന് തന്നെ വായിക്കൽ
വന്നു. അപ്പോൾ ഇന്ന എന്ന് തന്നെ വായിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഇന്നയ്ക്ക് കസർ ഇന്നയിലെ അർജുനിക്ക് കസർ ചെയ്യുന്ന